ഇന്നത്തെ ഒത്തുകൂടലിനെ ഇച്ചിരി പ്രത്യേകതയൊക്കെ ഉണ്ട് ട്ടോ. ഞങ്ങൾ രണ്ടുപേരുടെ ബർത്ത്ഡേ ആണ്. അവരറിയാതെ അവർക്കൊരു കുഞ്ഞു സർപ്രൈസും ഉണ്ട്. അതിനു മുന്നേ ഞങ്ങളുടെ ഒത്തുകൂടലിന്റെ ഇടമൊന്ന് കാണിച്ചു തരാം. ഇതാ ഇത്രയും വിശാലായ പാടവും അതിലൂടെ പാസ് ചെയ്തു പോകുന്ന തീവണ്ടിയും കളകളാരവത്തോടു കൂടി തോടിലൂടെ ഒഴുകുന്ന വെള്ളവും. ഇപ്പൊ വെള്ളമില്ല, വറ്റിക്കിടക്കുക. തഴുകി അകലുന്ന കുഞ്ഞു കാറ്റുകളും. ഞാൻ ഇച്ചിരി സാഹിത്യം കലർത്തിയോ? സാരല്ല, എപ്പോഴും ഇല്ലാലോ. കേൾക്കുമ്പോ എന്തേലും ഒരു ഫീലൊക്കെ തോന്നണ്ടേ? അപ്പൊ ഇച്ചിരി സാഹിത്യമൊക്കെ ആവാം. ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ടാട്ടോ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് കൂടാറ്. ഇന്നിപ്പോ ബർത്ത്ഡേ ആയതിന്റെ മധുരം പങ്കിടില്ല. ഉള്ളത് സന്തോഷത്തോടു കൂടി കഴിക്കുമ്പോ കിട്ടുന്ന സന്തോഷേ അതിലും വലുതാ. പ്ലാനിങ് ഒരുപാടുള്ളതുകൊണ്ട് അധിക നേരം അവിടെ തമ്പടിച്ചില്ല. 5:30 തന്നെ എല്ലാത്തിനെയും വീട്ടിലേക്ക് അയച്ചു. ബർത്ത്ഡേ കാർഡ് വീട്ടിലേക്ക് പോയി. ഇനി നമുക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാം. രണ്ടുപേരും ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ ഈ വരവ്. അപ്പൊ വാ, ആദ്യത്തെ ആളുടെ വീട്ടിലേക്ക് പോവാം. ആൾക്ക് വിഷമാവട്ടെ മുന്തത്ത മെയിനായിട്ട് പെട്ടോട്ടെ. ഇത്രയും വലിയ പെരുത്ത് വെച്ചിട്ട് നമുക്ക് നല്ല രസം കേക്ക് കൊടുക്കണം. പാവം, പെട്ടെന്ന് വല്ലാണ്ട് ഇമോഷണൽ ആയിപ്പോയി. അതല്ലേലും അങ്ങനെയല്ലേ, പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഓരോ സമ്മാനത്തിനും സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും ഒരുപാട് കഥകൾ ഉണ്ടാവും. ഇവിടുത്തെ ഇതോടുകൂടി കഴിഞ്ഞുട്ടോ. ഇനി രണ്ടാമത്തെ ആളുടെ വീട്ടിലേക്ക് പോവാ. അവിടുത്തെ അവസ്ഥ എന്ന് അള്ളാഹ്ക്കറിയാം. വാതിലിറന്നത് ആളായി പോയില്ല. എന്നാലും ഏറെ നേരം വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും ആള് ആദ്യത്തെ ആൾക്ക് അനിയത്തിയുടെ വകയാണെങ്കിൽ രണ്ടാമത്തെ ആൾ ഹസ്ബൻഡിന്റെ വകയായിരുന്നു കേട്ടോ കേക്ക്. നിങ്ങൾ എല്ലാവരും കൂടി കേക്ക് കൊണ്ടുകൊടുത്ത് കേക്ക് കട്ടിങ്ങും കഴിഞ്ഞേ പോകാവൂ എന്ന നിർബന്ധമായിരുന്നു അവർക്ക്. എല്ലാം കഴിഞ്ഞപ്പോഴേ ഏറെ വൈകി. ഇന്നിപ്പോ ചിലരുടെ കാര്യത്തിലൊക്കെ തീരുമാനമാവും. അപ്പൊ ഇൻഷാ അള്ളാ നാളെ